അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നമ്മുടെ പേര് ശ്രദ്ധിച്ചല്ലോ, നബി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് നമ്മുടെ ഈ പരിപാടിയുടെ പേര്. അപ്പോൾ നമ്മൾ വരുന്നത് SCM, സോഷ്യൽ എംപവർമെന്റ് മിഷൻ എന്ന ഒരു പേരിൽ നമ്മളൊരു കൂട്ടായ്മയാണ്. അത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, വിവിധ തരത്തിലുള്ള ട്രെയിനിങ്, പിന്നെ ക്യാമ്പുകൾ, അവധിക്കാല ക്യാമ്പുകൾ പോലുള്ള ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ റബീഉൽ അവ്വലിന്റെ ഭാഗമായിട്ട് നമ്മൾ റബീഹ് കാരവാൻ എന്ന രീതി, നബി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തീമിൽ നമ്മൾ ഒരു ആളുകളെ കാണുക, പബ്ലിക് റിയാക്ഷൻ എടുക്കാവുന്ന രീതിയിൽ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളുമായി കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ ദർസ് അഹ്ലുസുഫ, അപ്പോൾ നബിതങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, അതായത് ഈ ദർസിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? നബിതങ്ങളുടെ കാലത്ത് അഹ്ലുസുഫ എന്ന ഇതിലുള്ള സഹാബിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നബിതങ്ങൾ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ അഹ്ലുസുഫ ഇത് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക? നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണ് റസൂലുള്ളാഹി എന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കാതെ പോയ ഏറ്റവും വലിയ നിർഭാഗ്യം എന്നുള്ളത് റസൂലുള്ളാഹിനെ കാണാൻ കഴിയാത്തതാണ്. അല്ലെങ്കിൽ ആ തങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയാത്തത് ഒരു വളരെ നിർഭാഗ്യപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റബീഉൽ അവ്വലിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന മൗലിദുകൾ, റാലികൾ, അതൊക്കെ നമ്മൾ മുത്തുനബിയോടുള്ള സ്നേഹപ്രകടനമാണ്. തങ്ങളെ കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ തങ്ങളോട്ട് നേരിട്ട് നമുക്കൊന്നും കഴിയുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഈ റബീഉൽ അവ്വൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ മുത്തുനബി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, സല്ലല്ലാഹു അലൈഹി തങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ റാലിയൊന്നും ഒരിക്കലും കണ്ടോളുന്നില്ല. കാരണം തങ്ങളിവിടെ ഉണ്ടെങ്കിൽ അധിക സമയം തങ്ങളെ നോക്കിയിരിക്കാനായിരിക്കും നമ്മൾ താല്പര്യപ്പെടുക. മുത്തുനബി എന്ന് പറഞ്ഞാൽ അത്രയും നമ്മുടെ കൽബിൽ തങ്ങളെ കാണണം, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ കാളും മുത്തുനബിയെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും മുഅ്മിനാവുക എന്ന് തങ്ങൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ദർസിൽ പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ച ഒരു ദർസാണ് അഹ്ലുസുഫ എന്നുള്ളത്. ആ ഒരു പേര് തന്നെയാണ് നമ്മൾ നമ്മുടെ ദർസിനും കൊടുത്തിട്ടുള്ളത്. കാരണം ആ ഒരു അദബ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മഹബത്ത്, ആ ഒരു കാരണം കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടണം എന്നുള്ളൊരു നിയത്ത്. അപ്പോൾ തങ്ങൾ വരുമ്പോൾ ഇത്രയും ഒരു ഉസ്താദ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഉമ്മത്തിന് തന്നെ ഒരു ഉസ്താദായിട്ടാണ് തങ്ങൾ വരിക. അപ്പോൾ തങ്ങളുമായിട്ട് കൂടുതൽ സംവദിച്ചിരിക്കുക, അല്ലെങ്കിൽ അധിക സമയവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് തന്നെ നമ്മുടെ സമയം ചിലവഴിക്കാനേ നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പക്ഷേ നമുക്ക് ഈ മൗലിദ് കഴിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മദ്ഹ് പാടുമായിരിക്കും. തങ്ങളടുത്തിരുന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് മദ്ഹ് പാടും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ തന്നെ കഅബ് ബിൻ സുഹൈർ തങ്ങളും അതുപോലെ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങളൊക്കെ തങ്ങളെ മുമ്പിലിരുന്ന് ഈ മദ്ഹ് പാടിയതുകൊണ്ട് അവർക്ക് ഒരുപാട് തങ്ങളെ കയ്യിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ തങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആദ്യം ഞാൻ പാടണം, അല്ലെങ്കിൽ ആദ്യം തങ്ങളെപ്പറ്റി ഞാൻ മദ്ഹ് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു സമ്മാനം, അല്ലെങ്കിൽ തങ്ങളൊന്ന് വിളിക്കണം, അതിനു വേണ്ടിയിട്ട് മത്സരിക്കും. നമ്മൾ അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ മത്സരിക്കുക. അതിൽ മറ്റു കാര്യങ്ങളല്ല, നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മറക്കും. ഒരു പക്ഷേ തങ്ങൾ മാത്രമായിരിക്കും പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുക. ഫുൾ ഏത് നേരവും തങ്ങളെ മുമ്പിലിരിക്കുക, തങ്ങൾക്ക് എന്ത് വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക, ഹിദ്മത്തെടുക്കുക, ആ ഒരു നിയത്തുണ്ടാവുള്ളൂ. മറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇപ്പോൾ വാപ്പ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ കാര്യവും ഒരുപക്ഷെ നമ്മൾ മറന്നു പോയേക്കാം. അങ്ങനെ അത്രത്തോളം തങ്ങളിലേക്ക് പൂണ്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.